ക്രൂരത തിരിച്ചറിയുക സംഘമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനായി ഇതിൻ്റെ ഭാഗമാകാൻ പറവൂർ മണ്ഡലം സെക്രട്ടറി സുധീർ അവരെ ക്ഷണിച്ചോളും. ബ്രാഞ്ച് പ്രസിഡന്റ് ഷെഫീഖ് ചന്തപ്പാടം ഇവിടെ നടത്തുന്നത് കാലങ്ങളായി ഒന്നുകൂടി തെളിച്ചു പറഞ്ഞാൽ എൻ്റെയൊക്കെ ചെറുപ്പകാലം മുതൽ കളിച്ചു വളർന്ന ഒരു പ്രദേശമാണ് ഈ പാറപ്പുറം, മന്നം, അതുപോലെ തന്നെ ഈ പരിസര പ്രദേശങ്ങളൊക്കെ. അന്നു മുതൽ ഇന്ന് വരെ ഈ റോഡിൻ്റെ അവസ്ഥ ഒരു മാറ്റവുമില്ല എന്ന് മാത്രമല്ല, മറ്റുള്ള പരിസര പ്രദേശങ്ങളിലെ വാർഡുകളൊക്കെ ഇന്നത്തെ നൂതന ടാറിംഗ് ആയ റബ്ബറൈസ്ഡ് ടാറിംഗ് പോലുള്ള സംവിധാനത്തിൽ ടാർ ചെയ്യുമ്പോഴും ഈ റോഡിന്റെ അവസ്ഥ 3 പതിറ്റാണ്ടായി ഇതേ അവസ്ഥയിൽ തന്നെയാണ് നാം കണ്ടിട്ടുള്ളത്. നേർന്നോടൊപ്പം തന്നെ എന്റെ വാക്കുകൾ നിർത്തുന്നു. ജയ് ഹിന്ദ്, JSTPI. പ്രതിഷേധ സംഗമം സംഘടിപ്പിച്ചിരിക്കുകയാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് കൂടുതലായി വിവരിക്കേണ്ടതില്ല. എങ്കിലും നൂറുകണക്കിന് വീടുകൾ തിങ്ങിപ്പാർക്കുന്ന നമ്മുടെ ഈ ചന്തപ്പാടം പാറപ്പുറം ഏരിയയിൽ അങ്ങ് മാവിൻചോട്, മാക്കനായി എന്നീ പ്രദേശങ്ങളിൽ നിന്ന് പാറപ്പുറം, മന്നം പ്രദേശങ്ങളിലേക്ക് എളുപ്പവഴി കടന്നു വരാൻ പറ്റുന്ന ഒരു വഴിയാണ് ചന്തപ്പാടം പാറപ്പുറം റോഡ്. അതിൻ്റെ അവസ്ഥ വളരെ പരിതാപനം എന്ന് പറയട്ടെ. നൂറുകണക്കിന് വിദ്യാർത്ഥികളും അതുപോലെ തന്നെ സ്കൂൾ വാഹനങ്ങളും എല്ലാം കടന്നു പോകുന്ന ഈ വഴി മഴയാകുമ്പോൾ ബോട്ട് ഓടിച്ചു പോകുന്ന ഒരു അവസ്ഥയിലേക്കാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. റോഡ് കുണ്ടും കുഴിയുമായി മാറിയിരിക്കുകയാണ്. ഇവിടെ സൂചിപ്പിച്ചതുപോലെ പുതിയ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പൊക്കെ വരാനിരിക്കുന്ന ഘട്ടത്തിൽ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയെങ്കിലും ദ്രുതഗതിയിൽ റോഡിൻ്റെ പണിയൊക്കെ പൂർത്തിയാക്കുന്ന പല പണിത്തരങ്ങളും പരിസര പ്രദേശത്തൊക്കെ നടക്കുമ്പോഴും മനഃപൂർവ്വമായി ചന്തപ്പാടം പ്രദേശത്തെ മാറ്റി നിർത്തുകയാണ് പഞ്ചായത്ത് മെമ്പർ, വാർഡ് മെമ്പർ ചെയ്യുന്നത്. കോട്ടളി പഞ്ചായത്തിൻ്റെ 6ാം വാർഡിൻ്റെ ഭാഗമായി വരുന്ന ഈ പ്രദേശം വാർഡ് മെമ്പർ ഇതിലെ പോകാറ് പോലുമില്ല. ആളുകളെ കാണുകയോ ഈ പരിസരത്തെ പ്രദേശവാസികളെ സന്ദർശിക്കുകയോ അവരുടെ ക്ഷേമം അന്വേഷിക്കുകയോ അവരുടെ പരിസരത്തെക്കുറിച്ച് പഠനം നടത്തുവാൻ പോലും മെനക്കെടാത്ത ഒരു മെമ്പറായി ഒരുപക്ഷെ പ്രദേശത്തിൻ്റെ ദുരിതമായി മാറിയിരിക്കുകയാണ് ഈ വാർഡ് മെമ്പർ. ഇവിടെ പ്രിയപ്പെട്ട റിയാസ് ബ്രാഞ്ച് പ്രസിഡന്റ് സൂചിപ്പിച്ചതുപോലെ ഇത് ഒരു താൽക്കാലികമായ സൂചനയായിട്ടാണ് SDPI പ്രതിഷേധ സംഗമം നടത്തിയിരിക്കുന്നത്. സംഗമത്തിന് ശേഷവും ജനപ്രതിനിധിയായ വാർഡ് മെമ്പർ ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനവും തൻ്റെ സത്യപ്രതിജ്ഞയും വസ്തുതാപരമായി നടപ്പിലാക്കിയില്ല എങ്കിൽ ഈ പ്രതിഷേധം പഞ്ചായത്ത് ഓഫീസിൻ്റെ നടുത്തളത്തിലേക്ക് മാറ്റുമെന്ന് ഞങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്. അവിടെ വന്നു കഴിഞ്ഞാൽ വാർഡ് മെമ്പറെയും അതുപോലെ തന്നെ പഞ്ചായത്തിൽ ഭാരവാഹികൾ ഉൾപ്പെടെയുള്ള ഉത്തരവാദിത്തപ്പെട്ടവരെ ഉപരോധിക്കുന്നതുൾപ്പെടെയുള്ള പ്രതിഷേധത്തിലേക്ക് SDPI മാറ്റരുത് എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. കുടുംബങ്ങളുണ്ട്. രാത്രി സമയങ്ങളിൽ ആളുകൾക്ക് സഞ്ചരിക്കാൻ കഴിയുന്നില്ല. സഞ്ചാരയോഗ്യമല്ലാത്ത ഈ പ്രദേശത്തെ ഞങ്ങൾക്ക് വാർഡ് മെമ്പറോട് പറയാനുള്ളത്, ഈ പ്രദേശം ജനങ്ങൾക്ക് സഞ്ചരിക്കണ്ട എന്ന് നിങ്ങൾ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ, പ്രദേശവാസികൾ ഈ റോഡ് ഉപയോഗിക്കണ്ട എന്ന് നിങ്ങൾ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ, അതല്ലെങ്കിൽ ഞങ്ങളുടെ വാഹന സൗകര്യവും യാത്രാ സൗകര്യത്തിനും നാളിതുവരെയായി ആശ്രയിച്ചു പോന്നിരിക്കുന്ന ഈ ചന്തപ്പാടം റോഡിനെ നിങ്ങൾ റോഡായിട്ട് അംഗീകരിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ആചാരപടികളും ആചാരാനുഷ്ഠാനങ്ങളുമായി വന്ന് ഈ റോഡ് അടച്ചുപൂട്ടണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. കാരണം പ്രദേശവാസികൾക്ക് പ്രയാസമുണ്ട്. അവർക്ക് അവരുടെ ജീവിതത്തെ ത്വരിതപ്പെടുത്താൻ, അവരുടെ ജീവിതത്തെ കരുപിടിപ്പിക്കാൻ പ്രായമുള്ളവരും സ്ത്രീകളും ഉൾപ്പെടെ രാവും പകലുമായി യാത്ര ചെയ്യുന്ന വഴിയാണിത്. ഈ അടിസ്ഥാന സഞ്ചാര യോഗ്യത എന്ന് പറയപ്പെടുന്ന അടിസ്ഥാന സൗകര്യം ജനങ്ങൾക്ക് ഏർപ്പെടുത്താത്ത മെമ്പർ ഒരു ജനപ്രതിനിധിയുമല്ല, ഒരു ജനകീയനുമല്ല, ഒരു ജനങ്ങളുടെ
ജനങ്ങളുടെ ഇംഗിതത്തിന് പ്രവർത്തിക്കുന്ന ആളുമല്ല എന്ന ബോധ്യമാണ് നമുക്കുള്ളത്.